കേരളത്തിന് പുറത്ത് ക്രൈസ്തവർക്ക് നേരെ വ്യാപക ആക്രമണങ്ങൾ നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി. ഒരു വശത്ത് കേക്കുമായി ദേവാലയങ്ങളിൽ പോകുന്നവർ മറുവശത്ത് ക്രൈസ്തവരെ ആക്രമിക്കുന്നു. മതനിരപേക്ഷ കേരളത്തിൽ സമാധാനമുണ്ട്, എന്നാൽ ഇത് അട്ടിമറിക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെയാണ് ഈ മാറ്റം? അതാണ് നാം എപ്പോഴും മനസ്സിലോർക്കേണ്ട കാര്യം. അതിനിടയാക്കിയത് നമ്മുടെ മതനിരപേക്ഷതാ ബോധമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷത കരുത്താണ്. ഈ മതനിരപേക്ഷത നമ്മുടെ സമൂഹത്തിൻ്റെ ഒട്ടേറെ മേന്മകളായി മാറ്റാൻ ഇടയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കേരളത്തെ പലരും, പല സംസ്ഥാനങ്ങളും ഒരു മോഡലായി കാണുന്നത്. പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതീവ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. എന്നാൽ ഇതെല്ലാം ഇല്ലാതാക്കി തിരിച്ചു കൊണ്ടുപോകാനുള്ള വലിയൊരു ശ്രമം ഉണ്ടാകുന്നു എന്നത് ഗൗരവമായി നാം കാണുന്നു. അതെ, മതനിരപേക്ഷതയുടെ കരുത്തുകൊണ്ടാണ് കേരളം മുന്നേറിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാറ്റത്തിന് കാരണം മതനിരപേക്ഷതയുടെ കരുത്താണ്. കേരളത്തിൻ്റെ നേട്ടങ്ങളെ ചിലർ തകർക്കാൻ ശ്രമിക്കുകയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആ വാക്കുകൾ കൂടി. എങ്ങനെയാണ് ഈ മാറ്റം? അതാണ് നാം എപ്പോഴും മനസ്സിലോർക്കേണ്ട കാര്യം. അതിനിടയാക്കിയത് നമ്മുടെ മതനിരപേക്ഷതാ ബോധമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷത കരുത്താണ്.